Hello, today let us discuss the working of some of the logic gates. ഇപ്പോൾ ഇത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ ഒരു തിയറിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഇപ്പോൾ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ കാൽക്കുലേറ്റേഴ്സ്, ഡിജിറ്റൽ വാച്ചസ്, ഇവിടെയൊക്കെയാണ് ലോജിക് ഗേറ്റ്സ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലാണ് ലോജിക് ഗേറ്റ്സ് ഉപയോഗിക്കുന്നത്. സോ എ ലോജിക് ഗേറ്റ് ഈസ് an electronic device actually which makes logic decision. അപ്പോൾ ലോജിക് ഡിസിഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ലോജിക് ഗേറ്റ്സ്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള 3 ലോജിക് ഗേറ്റ് ആണ്: ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. ദർ ആർ അതർ ഗേറ്റ്സ് ഓൾസോ. ഈ ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓർ ഗേറ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ ഓർ ഗേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സിമ്പിൾ. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആവും. ഹൈ വോൾട്ടേജ് ഇൻപുട്ടിൽ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഹൈ വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഓർ ലോജിക് ഗേറ്റ്സിനൊക്കെ എന്താ ഉണ്ടാവും? ഇൻപുട്ട് ഉണ്ടാവും. മോർ ദാൻ 1 or more ഇൻപുട്ട്സ് ഉണ്ടാവും, ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിമ്പിൾ വരയ്ക്കാം. ഓർ ഗേറ്റിൻ്റെ 2 ഇൻപുട്ട് ഉള്ള ഒരു ഓർ ഗേറ്റ് ആണിത്. സോ ദിസ് ഈസ് എ 2 input OR gate. Okay, so this is one input, this is the other input B, and this is the output Y. So അതിൻ്റെ Boolean expression എന്ന് പറയുന്നത് Boolean expression of this is y equal to a or b. It is read as a or b. അപ്പോൾ ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി തന്നെ ഔട്ട്പുട്ട് ഹൈ ആവും. സോ ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഐ വിൽ ഡ്രോ ഹിയർ. സോ ഇഫ് a and b are 0, both are 0, then output is 1. Sorry, output is 0. Okay, what is 0, 1 means? സോ ലോജിക് ഗേറ്റ്സിൽ ഉപയോഗിക്കുന്നത് ബൈനറി നമ്പേഴ്സ് ആണ്. ബൈനറി നമ്പറിൽ 2 നമ്പറേ ഉള്ളൂ. ബൈനറി നമ്പർ എന്ന് പറയുന്നത് 2 ഡിജിറ്റ് ഉപയോഗിച്ചിട്ടുള്ള നമ്പറാണ്. 0 or 1. 0 എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആണ്, ലോ വോൾട്ടേജ്. ഓക്കെ, 1 എന്ന് പറയുന്നത് നോർമലി 5 വോൾട്ടേജിനാണ് നമ്മൾ 1 എന്ന് പറയുന്നത്. ബൈനറി സർക്യൂട്ടിലൊക്കെ 5 വോൾട്ടേജ് ആണ് ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. 1 മീൻസ് 5 വോൾട്ടേജ്, 0 മീൻസ് 0 വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ 0 അടുത്ത 0യും 1ഉം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എ ഇൻപുട്ട് ലോ വോൾട്ടേജ്, ബി എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടേജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ഏതെങ്കിലും ഒന്ന് ഹൈ ആയതാണ്. അപ്പോൾ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. 1 0 then also it will be 1 1 1, output is 1. ഇതാണ് ട്രൂത്ത് ടേബിൾ ഓഫ് an OR gate. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡയോഡ്സ് 2 ഡയോഡാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. ഡയോഡിൻ്റെ സിമ്പിളാണിത്, 2 ഡയോഡ്സ്. ഇതിന് D1 ഡയോഡ് D1 എന്ന് പറയാം. ദിസ് ഇസ് ഡയോഡ് D2. they are connected, they are joined together. ഇതാണ് ഇൻപുട്ട് എ, ഇത് ഇൻപുട്ട് ബി, ആൻഡ് ഔട്ട്പുട്ട് ഇസ് മെഷേർഡ് ഫ്രം ഹിയർ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു LED കണക്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇഫ് ബോത്ത് ആർ സീറോ എന്ന് പറഞ്ഞാൽ രണ്ടിലും നമ്മൾ 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡ് എന്തില്ല, കണ്ടക്ട് ചെയ്യില്ല. ഡയോഡ് വിൽ നോട്ട് കണ്ടക്ട്. നമ്മൾ പറഞ്ഞു ഡയോഡ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യനേക്കാളും ഒരുള്ള വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 0 ഇത് ഇങ്ങനെ നമ്മൾ 0 എന്ന് പറയുന്നത് 0 വോൾട്ടേജ്, 1 5 വോൾട്ടേജ്. അപ്പോൾ ഇത് സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് ദിസ് ഇസ് ഒരു ലെസ് ദാൻ 1.5 വോൾട്ടൊക്കെ നമ്മൾ 0 ആയിട്ട് കണക്കാക്കാം. അതുപോലെ ഗ്രേറ്റർ ദാൻ 3 വോൾട്ടൊക്കെ എന്താണ്
ഹൈ വോൾട്ടേജ്. അപ്പോൾ ഒന്നുകിൽ 0 എന്ന് പറഞ്ഞാൽ 0 വോൾട്ട് അല്ലെങ്കിൽ ലെസ് ദാൻ 1.5 വോൾട്ടിനൊക്കെ നമ്മൾ 0 എന്ന് പറയും. ഓക്കെ, അതുപോലെ ഗ്രേറ്റർ ദാൻ 3.5 എന്ന് പറഞ്ഞാൽ 3.5 അല്ലെങ്കിൽ 3 വോൾട്ട്, 3 വോൾട്ടിൻ്റെ മേലുണ്ടെങ്കിൽ 3.5 4 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് 1 ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു 0 കൊടുത്തു, 0 കൊടുത്ത് ലോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ if it is 0, this will not conduct, this will not conduct, so we get 0 voltage here, so it will be 0 here. Okay, അടുത്തത് ഇത് 1 കൊടുത്തു എന്ന് പറഞ്ഞാൽ 5 വോൾട്ടേജ് കൊടുത്തു. 5 വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 0 എക്ക് 0 ബി 1 എന്ന് പറഞ്ഞാൽ 5 വോൾട്ടേജ് കൊടുത്തു. 5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഡയോഡ് വിൽ കണ്ടക്ട് ഫോർവേഡ് ബയസ്. പിയിൽ 5ഉം എൻ സൈഡിൽ 0 ആണല്ലോ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി 5. ഈ 5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ 5 വോൾട്ടേജ് എവിടെ എത്തും? വി ഗെറ്റ് 5 വോൾട്ടേജ് ഹിയർ. ഓക്കെ, 5 വോൾട്ടേജ്. 5 വോൾട്ടേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ 5 വോൾട്ടേജ് ഇവിടെ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഇവിടെ എഴുതാം. ഇങ്ങനെയാണ് എ ബി. ഓക്കെ, സോ 0 കൊടുത്തപ്പോൾ 0 തന്നെ, y0 0 5 കൊടുത്തപ്പോൾ 5 വോൾട്ടേജ്, ഒക്കെ വോൾട്ടേജിലാട്ടോ, ഇൻ വോൾട്ട്സ്. ഓക്കെ, 0 5 കൊടുത്തപ്പോൾ എന്തായി? ദ ഔട്ട്പുട്ട് വിൽ ബി 5 ഹിയർ. ഔട്ട്പുട്ട് 5 ആവും. കാരണം എന്താ? ഈ 5 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയോഡ് കണ്ടക്ട് ചെയ്യും, ഈ 5 വോൾട്ടേജ് ഇവിടെ എത്തും. ഓക്കെ, ഡയോഡ് ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ഡ്രോപ്പ്. സോ വിൽ ഗെറ്റ് 5 വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 5 വോൾട്ടേജ് ഇവിടെ കൊടുത്തു, എയിൽ ബിയിൽ 0, ഇവിടെ 5. ഓക്കെ, ഇവിടെ 1, ഇവിടെ 0. അന്നേരം എന്താവും? അന്നേരം this diode D1 conducts, D2 will not conduct. Diode D1 conduct this 5 voltage will reach in the output Y. Okay, so we get 5 voltage here. Next, last one is both are 5 voltage. Both are 5 voltage means both are high. Okay, this is 1, this also 1. Okay, അന്നേരം രണ്ടിലും 5 വോൾട്ടേജ് ഇവിടെ വരും. സോ ദിസ് ഇസ്, ഇത് ഇവിടെ ഈ 2 വോൾട്ടേജ് പാരലൽ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ വി ഗെറ്റ് 5 വോൾട്ടേജ്. So in this case also we get 5 voltage in the output. ഇതാണ് ഒരു വർക്കിംഗ് ഓഫ് എ ഡയോഡ്, വർക്കിംഗ് ഓഫ് എ OR gate using diode. Next is an AND gate. AND gate. AND ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്, this is the AND gate, symbol of an AND gate. Okay, A, B and output Y. So the Boolean expression is y equal to a and b, അല്ലെങ്കിൽ എ ബി എന്നും പറയാം, എ ബി എന്നും പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ ഓൺലി വെൻ ബോത്ത് ഇൻപുട്സ് ആർ ഹൈ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് 0 കഴിഞ്ഞാൽ എ ബി 0, ഇതിലേതെങ്കിലും ഒന്ന് 0 കഴിഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക്കായിട്ട് y 0. അപ്പോൾ രണ്ടും 1 ആവണം, എന്നാലേ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവും. അപ്പോൾ ഇനി 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 3ഉം 1 ആവണം, എന്നാലേ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ഓക്കെ, സോ ദ ട്രൂത്ത് ടേബിൾ ഈസ് ട്രൂത്ത് ടേബിൾ രണ്ടും ഇൻപുട്ട്, എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ഉള്ളൂ. അപ്പോൾ 0 0 0 0 1 0 1 0 0 1 1 ബോത്ത് ആർ ഹൈ, സോ ദർഫോർ ഔട്ട്പുട്ട് ഇസ് ഹൈ. സോ ഇതാണ് ഒരു ആൻഡ് ഗേറ്റ്. ഇനി ആൻഡ് ഗേറ്റ് എങ്ങനെയാണ് ഡയോഡ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാം? യൂസിങ് ഡയോഡ്സ്. ഡയോഡ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ അതേപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ. നേരത്തെ വരച്ചത് ഈ ഡയോഡ് D1 D2 ഇങ്ങനെയാണ് കണക്ട് ചെയ്തത്. ഇത് തിരിച്ച് കണക്ട് ചെയ്യണം. തിരിച്ച് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ദിസ് ഇസ് ദ N side, it's a P side. Okay, and another diode.
Okay, now these two P sides are joined together. Now A, B, and here we connect a resistor from the high voltage, not to the ground. 5 വോൾട്ടേജിൽ ഇവിടെ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളൊരു സെല്ലിന്റെ എന്താണ് പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ വോൾട്ടേജ് ഈസ് മെഷർഡ്. എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വൈ. സോ വൈ ഈസ് മെഷേർഡ് ഫ്രം ദ ജംഗ്ഷൻ, അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെയും പി കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്താണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. Okay, so this is the basic AND gate. Diode D1, diode D2. Okay. Now when 0, 0, A is 0, B 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഡയോഡ് 0, 0. ഇവിടെ 5 വോൾട്ടേജ് കൊടുത്തു, ഇവിടെ 0 ആണ്. എയും 0, ബിയും 0 ആണെന്നുണ്ടെങ്കിൽ D1, D2 കണ്ടക്ട്. ബോത്ത് വിൽ കണ്ടക്ട്. ഓക്കെ, രണ്ടും കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ 5 വോൾട്ടേജ് എന്താവും, ഈ വോൾട്ടേജ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ഡയോഡ്. രണ്ട് ഡയോഡിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 വോൾട്ടേജ് കൊടുത്താൽ ഇൻ ദിസ് 5 വോൾട്ടേജ് വിൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ ആർ. ഈ ആർ എന്ന റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ വി നോ ദിസ് 5 വോൾട്ടേജ് ഒരു ലൂപ്പാണുള്ളത്. 5 ഒരു റെസിസ്റ്റർ, പിന്നെ ഡയോഡ്, നേരെ ഗ്രൗണ്ട്. ഓക്കെ, അഗെയിൻ 5. സോ ദിസ് ഇസ് എ ലൂപ്പ്. സോ 5 മൈനസ് 5, ഇവിടെ 5, ഇവിടെ -5. സോ ദ വോൾട്ടേജ് അറ്റ് y is equal to 0. So y is equal to 0. Now the next case is 0, 1. When 0, 1, ഡയോഡ് ബി 1 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5, ദിസ് ഇസ് 5, ഹിയർ ഓൾസോ 5. സോ ഡയോഡ് D1 ഇവിടെ 0, 5 ആണ്. ഓക്കെ, അന്നേരം D1 കണ്ടക്ട്, D2 നോട്ട്, D2 വിൽ നോട്ട്. ഓക്കെ, ഇപ്പൊ D1 കണ്ടക്ട് ചെയ്താൽ തന്നെ ഈ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 ഉണ്ടെന്നുണ്ട് -5 ആവും. So we will get 5 minus 5, 0. So y is equal to 0. Next is 1, 0. A is 0. So A is 1, B is 0. Then D2 conducts. D1 will not conduct. അപ്പോൾ D2 കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഈ അഗെയിൻ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, so in this case also y becomes 0. ഇനി 1, 1, both are എയും ബിയും 1 ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് ആണ്, 5 വോൾട്ട് നമ്മൾ കൊടുത്തതെങ്കിൽ D1 and D2 do not conduct. രണ്ടും കണ്ടക്ട് ചെയ്യില്ല. രണ്ടും 5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഹിയർ 5, ഇവിടെയും 5 ആണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡയോഡ് ഫോർവേഡ് ബയസ് ആവില്ല. ഓക്കെ, ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് അറിയാലോ. ഡയോഡ് കണ്ടക്ട് ഓൺലി വെൻ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ അറൌണ്ട് 0.7 വോൾട്ടേജ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയി കഴിഞ്ഞാൽ അത് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ കണ്ടക്ട് ചെയ്യില്ലെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി കറണ്ട് ഫ്ലോ. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇവിടെ 5 വോൾട്ട് ഉണ്ടാവും, ഇവിടെ -5 ഉണ്ടാവില്ല. കാരണം എന്താണ്, കണ്ടക്ട് ചെയ്താലേ ഡ്രോപ്പ് ഉണ്ടാവുള്ളൂ. എന്താണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് V is equal to I into R. When I is 0, IR is 0. So therefore voltage is 0. ഇവിടെ 5 ഉണ്ടാവും, പക്ഷെ അവിടെ എന്തുണ്ടാവില്ല. At this case no current flow. Okay, therefore no current flow. Okay, so y is കറണ്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ 5 വോൾട്ടേജ് അവിടെ ഉണ്ടാവും, 5 ഉണ്ടാവും. 5 minus 0, so it is equal to 5. ഓക്കെ, 5 വോൾട്ടേജ്. സോ ഇങ്ങനെയാണ് എന്ത് ഒരു ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നോട്ട് ഗേറ്റ്.
നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ഏതൊരു ഇൻപുട്ടിൻ്റെയും കോംപ്ലിമെൻ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആവും, ഇൻപുട്ടിൽ ലോ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഹൈ ആവും. സോ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഒരു ട്രയാങ്കിളും ഒരു ബബിൾ സ്മോൾ സർക്കിളും. So here this is the output y, which is equal to a complement. നമ്മൾ ഇൻപുട്ട് എ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എ ബാർ കിട്ടും. Okay, that means the truth table is like this: a output y. 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഹൈ വോൾട്ടേജ് കിട്ടും, ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 വോൾട്ടേജ് കിട്ടും. ഇത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി വി യൂസ് എ ട്രാൻസിസ്റ്റർ, നോട്ട് ഗേറ്റ് യൂസിങ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഒരു NPN ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു കോമൺ എമിറ്റർ, ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് നമ്മൾ വരുന്നത്. സോ എ ട്രാൻസിസ്റ്റർ വിൽ ഹാവ് okay, so this is the transistor, base, emitter and collector. Okay, so ഇവിടെ ബേസിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. ഇൻപുട്ട് സിഗ്നൽ is fed to the base through a resistor. This base resistor is RB and ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കളക്ടർ റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് RC. Okay, and a 5 voltage is given here. Input A, the emitter is grounded. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള നോട്ട് ഗേറ്റ്. ഒന്നുമില്ല, ഇൻപുട്ടിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, ബേസിലാണ് അത് കൊടുക്കുന്നത് ഒരു റെസിസ്റ്ററിലൂടെ, ഒരു 1K റെസിസ്റ്റർ, 1 കിലോ ഓം റെസിസ്റ്റർ. ഇതൊരു 2.2 കിലോ ഓം റെസിസ്റ്റർ കൊടുക്കും. ഓക്കെ, RC എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുത്തു കഴിഞ്ഞാൽ വെൻ വി ഗിവ് ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ പ്രത്യേകത പറഞ്ഞാൽ, ട്രാൻസിസ്റ്ററിൽ ഇൻപുട്ടിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഇസ് ഓഫ്. വെൻ IB ഈക്വൽ ടു 0, ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ഓഫ് സ്റ്റേറ്റ്. ട്രാൻസിസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് കറണ്ട് പോവില്ല. നോ കറണ്ട് ഫ്ലോ ത്രൂ ദ കളക്ടർ ടു എമിറ്റർ. കറണ്ട് ഇങ്ങനെയാണ് ശരിക്കും പോവുക. ഓക്കെ, സോ ദിസ് ഇസ് ലൈക്ക് എ ടാപ്പ്. ഇഫ് യു ക്ലോസ് ദ ടാപ്പ് ഹിയർ, ദ വാട്ടർ വിൽ നോട്ട് ഫ്ലോ ഡൗൺവേർഡ്സ്. ഇങ്ങനെ പോകില്ല. അപ്പോൾ നമ്മളിത് എന്താണ്, ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ, ഇൻപുട്ട് IB കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ട്രാൻസിസ്റ്റർ ഓൺ ആവുള്ളൂ. ട്രാൻസിസ്റ്റർ ഓൺ ആയാൽ കറണ്ട് ഫ്ലോസ് ഫ്രോം C to E, അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇഫ് IB is not 0, ഇറ്റ് ഈസ് കോൾഡ് ഓൺ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈ വോൾട്ടേജ് കൊടുത്തു. ഹൈ വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, സോറി, 0 വോൾട്ടേജ് ഫസ്റ്റ് കൊടുത്തു. 0 വോൾട്ടേജ് പറഞ്ഞാൽ ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ഓഫ് സ്റ്റേറ്റ്, ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്ന നേരം ദിസ് 5 വോൾട്ടേജ്, ഇവിടെ 5 വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, കറണ്ട് വിൽ നോട്ട് ഫ്ലോ. ഓക്കെ, 5 വോൾട്ടേജ് കൊടുത്തു, റെസിസ്റ്ററിൽ ദർ വിൽ നോട്ട് ബി എനി ഡ്രോപ്പ്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് 0 എന്നുണ്ടെങ്കിൽ എന്താണ്, ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും, കട്ട് ഓഫ് റീജിയണിലായിരിക്കും ട്രാൻസിസ്റ്റർ ഉണ്ടാവുക. കട്ട് ഓഫ് റീജിയൺ ആണെന്നുണ്ടെങ്കിൽ there will not be no current flows through the transistor എന്ന് പറഞ്ഞാൽ from collector to emitter. കറണ്ട് ഫ്ലോ ചെയ്ത്, കാരണം എമിറ്റർ ഗ്രൗണ്ടറാണ്, കറണ്ട് ഫ്ലോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സോ നോ വോൾട്ടേജ് ഡ്രോപ്പ്, no drop of voltage across RC. Okay, drop ആവുന്നില്ല എന്നുണ്ടെങ്കിൽ this 5 voltage will be present in the collector. So ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. So Y is measured from the collector with respect to ground. Okay, next 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസിസ്റ്റർ is on. നമ്മൾ 5 വോൾട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓൺ ആവും. So current flow
ഫ്രം കളക്ടർ ടു എമിറ്റർ. കറണ്ട് ഫ്ലോ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 വോൾട്ടേജ്, ഈ പൊട്ടൻഷ്യൽ എന്താവും, 5 വോൾട്ടേജ് നേരെ എവിടേക്ക് പോകും, ഗ്രൗണ്ടിലേക്ക്. ഓക്കെ, 5 വോൾട്ടിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ദിസ് 5 വോൾട്ടേജ് ഇസ് ഗിവൺ അക്കോർഡിംഗ് ടു Kirchhoff voltage rule, there will be -5 voltage in this. So the 5, then 5, y equal to 5 minus 5 is equal to 0. Okay, ഇവിടെ y equal to 5 minus 0 is equal to 5 voltage. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ we will get 5 voltage. 1 കൊടുത്തു കഴിഞ്ഞാൽ high voltage, 5 കൊടുത്തു കഴിഞ്ഞാൽ we will get 0 voltage in the transistor output. So this is the transistor working. Okay. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റർ, ഇപ്പോൾ നമ്മൾ ഡയോഡ് ട്രാൻസിസ്റ്റർ ഒക്കെ നമ്മൾ പറഞ്ഞു, ഡയോഡ് നമ്മൾ ഇതുപോലെ ഉണ്ടാവുക. ഒരു ഡയോഡ് എടുക്കുമ്പോൾ നമുക്ക് IN 4008 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇവിടെ ഒരു റിങ് ഉണ്ടാവും. ഈ റിങ്ങിന് നമ്മൾ N സൈഡും ദിസ് സൈഡ് ഇസ് P. ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ട്രാൻസിസ്റ്റർ വിൽ ബി ഹാവിങ് 3 ലീഡ്സ്. ഏതൊക്കെയാണ്? എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ ട്രാൻസിസ്റ്ററിന് നമുക്ക് ഇങ്ങനെ അപ്സൈഡ്, ട്രാൻസിസ്റ്ററിൽ ഇങ്ങനെ ഉണ്ടാവും 3 റീജിയൻ. ഓക്കെ, അപ്പോൾ മേലെ ഇവിടെ നിന്ന് നോക്കുന്നെങ്കിൽ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും ഇവിടെ. ഓക്കെ, സോ ദിസ് ഈസ് എമിറ്റർ, ദിസ് ഇസ് ബേസ് ആൻഡ് ദിസ് ഇസ് കളക്ടർ, EBC. ഓക്കെ, എമിറ്റർ, ബേസ്, കളക്ടർ. ഇനി അനദർ കൈൻഡ് ഓഫ് ട്രാൻസിസ്റ്റർ ഇങ്ങനെ ഉണ്ടാക്കണം. അതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുക. ഓക്കെ, സോ ഹിയർ ദിസ് ഇസ് എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, EBC from the top view. Okay, this is also like this, EBC. Okay, if you observe from the top, first lead is emitter, second is base, and next is collector. So ഇതാണ് ഒരു ലോജിക് ഗേറ്റിൻ്റെ വർക്കിംഗ്. ബാക്കി നിങ്ങൾ ലാബിൽ നിന്ന് നമുക്ക് you can see.